ഇപ്പോൾ മുഹമ്മദ് അമീർ കൂടി ചേരുകയാണ്. ISM ശ്രീ മുഹമ്മദ് അമീർ, ISM ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും നിലപാട് ഒന്നു തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്, വന്ദേ മാതരം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന്. എന്താണ് അങ്ങനെ ഒരു നിലപാടിന് കാരണം? സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശഭക്തി അലയടിക്കുന്ന ഒരു സമയത്ത് ഒരു ദേശഭക്തി ഗാനമായി തന്നെ ഉപയോഗിച്ചിരുന്നതാണല്ലോ വന്ദേ മാതരം. അല്ല, ഇതിപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആനന്ദമഠം എന്നുള്ളൊരു നോവലിൽ നിന്ന് ആ നോവലിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ആ നോവൽ ശരിക്കും ഒരു സന്യാസി റിബല്യൻ ഉണ്ടായി വരുന്നതാണ്. അത് മുസ്ലിം ലാൻഡ് ലോർഡ്സിനെതിരെ എന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ എന്നുള്ള രൂപത്തിലെല്ലാം ഒരു ഹിന്ദു നാഷൻഹുഡിനെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതത്തെ ഒരു അമ്മയായി, ഒരു ദൈവമായി കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, റിബലിയന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നരേഷനാണ് ആനന്ദമഠത്തിലുള്ളത്. ആ ആനന്ദമഠത്തില് ആ ഭൂമിദേവയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ട്, ആ ഒരു 6 ചരണങ്ങളുള്ള 6 സ്റ്റാൻസുകളുള്ള ആ പാട്ട്, അത് പിന്നീട് കോൺഗ്രസിന്റെ വേദികളിലേക്ക് ഒരു ഇന്ത്യന്റെ ഒരു ഔദ്യോഗിക ഗാനമായിട്ട്, ഒരു ദേശഭക്തി എന്നുള്ള രൂപത്തിലുള്ള ഗാനമായിട്ട് എടുക്കുമ്പോഴും അവിടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ നിലപാട് കൊണ്ട് മാറ്റി എന്ന് പറയുന്നതാണ് ശരി. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ്. ഇന്ത്യയിലെ മുഴുവൻ മതസ്ഥരെയും ഒരേപോലെ പരിഗണിച്ചും അംഗീകരിച്ചുകൊണ്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ഒരു അപരവൽക്കരണം അത് ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഒരു പൊതു ഇടങ്ങളിൽ മതേതരത്വം ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സെക്യുലറിസം, അതാണ് ഇന്ത്യയിലെ മുഴുവൻ മനസ്സും ആഗ്രഹിച്ചിരുന്നതും ഇന്ത്യ കൊണ്ടു നടന്നിരുന്നത്. അത് അന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരവും നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1986 കേരളത്തിൽ നിന്നുള്ള 3 കുട്ടികളുടെ കേസ് നമുക്കറിയാം. യഹോവ സാക്ഷികളായ 3 കുട്ടികളുടെ സ്കൂളിൽ എഴുന്നേറ്റ് നിന്ന് ജനഗണമന ചൊല്ലാതിരുന്നപ്പോൾ അവർക്കെതിരെ ഉണ്ടായ കേസ്, അത് അന്ന് സുപ്രീം കോടതിയിൽ പോയി അന്നത്തെ ജസ്റ്റിസ് ആയ ചിന്നപ്പറെഡ്ഡിയിൽ നിന്ന് വന്ന ഒരു വിധിയുണ്ട്. ആ വിധിയിൽ 2 ആർട്ടിക്കിൾ പറഞ്ഞത്, ഒന്ന് ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1 ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. രണ്ടാമത്തത് ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 ആണ്. ഇത് രണ്ടും ഉപയോഗിച്ച് അവര് അതിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നെങ്കിലും അത് പാടാൻ അവരെ നിർബന്ധിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം എന്നുള്ളതാണ്. അത് അങ്ങനെ ആണ് ഇന്ത്യന്റെ മനസ്സ്. കാരണം ഇന്ത്യയുടെ ജുഡീഷ്യറിയും അങ്ങനെയാണ്, ഇന്ത്യന്റെ പൊതു മതേതര മനസ്സും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇപ്പൊ സമകാലികമായി കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മൾ കാണുന്ന രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ട് ആക്രമിക്കുന്ന ഇത്തരം ചില നിലപാടുകൾ ഭരണപക്ഷത്തിന്റെ അധികാരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സത്യത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധയോ എന്നൊക്കെ അതിന്റെ രണ്ടാമത്തെ പാട്ടാണ്. മറ്റു മതങ്ങളെ ഒന്നും അധിക്ഷേപിക്കുന്ന ഒരു വരി പോലും ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സംശയിക്കുന്നത് എന്താണ്? മഞ്ജുഷ് അല്ലേ ഇപ്പൊ പാടിയത്? മഞ്ജുഷ് മറന്നോ? തവം ഹി ദുർഗ ദാസ പരാഹണ പ്രഹരണധാരിണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുർഗ, അവിടെ 3 ദേവതകൾ അതിന്റെ അവസാനത്തെ ആ 2 ചരണങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് ദുർഗ പറയുന്നുണ്ട്, ദുർഗ ലക്ഷ്മിയും സരസ്വതിയും, ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പറയുന്നുണ്ട്. അപ്പൊ ഈ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം ഇവര് ഒന്ന് സമ്പത്തിന്റെ സമൃദ്ധിയുടെ ദേവതയാണ്, ഒന്ന് അധികാരത്തിന്റെ പോരാട്ടത്തിന്റെ ദേവതയാണ്, സരസ്വതി വിജ്ഞാനത്തിന്റെ ദേവതയാണ്. അപ്പൊ ഇതൊക്കെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവർക്ക് വന്ദേ മാതരം എന്ന് അവരെ വന്ദിക്കുന്ന വരികൾ കൃത്യമായി ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മതേതര രംഗത്തേക്ക് ഇത്തരം ഒരു പ്രാർത്ഥന, ഇതിനൊരു പ്രാർത്ഥന എന്നാ പറയാ. ഞാൻ പറഞ്ഞ മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെ, പക്ഷെ എങ്ങനെയാണ് മഞ്ജുഷ് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ ദൈവത്തെ വിളിക്കാൻ പറ്റുക? പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പള്ളികളുടെ മുമ്പിൽ നിങ്ങളൊരു ഫോട്ടോയോ വിഗ്രഹമോ കാണൂല. മുസ്ലിങ്ങളുടെ പള്ളിയുടെ അകത്ത് കയറിയാൽ നിങ്ങളൊരു വിഗ്രഹമോ ഫോട്ടോ കാണൂല. ആ മുസ്ലിങ്ങള് അവരേറ്റവും ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് നബിയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. മുഹമ്മദ് നബിയെ രക്ഷിക്കണം അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ ആരും പ്രാർത്ഥിക്കില്ല. അങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ഭൂമിദേവതയെ വിളിച്ചിട്ട് ദുർഗയെ ഞങ്ങൾ നമിക്കുന്നു, സരസ്വതിയെ ഞങ്ങൾ നമിക്കുന്നു, ലക്ഷ്മിയെ ഞങ്ങൾ നമിക്കുന്നു എന്ന് പറഞ്ഞ അത് അവരുടെ മതത്തിനെതിരാണ്. അത് മറ്റുള്ളവർ പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളെ പാടാൻ നിർബന്ധിക്കരുത്, ഇതാണല്ലോ അല്ലേ?
ഈ പ്രോട്ടോകോൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലേ? ഇപ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. മറ്റുള്ളവർ പാടുന്നതിൽ കുഴപ്പമില്ല അല്ല, അങ്ങനെയല്ലേ? ഇല്ല, അത് താല്പര്യമുള്ളവർ പാടിക്കോട്ടെ. ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അവരുടെ മതവിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജുഡീഷ്യറി പരിഗണിക്കണം, അത് ഇന്ത്യയുടെ ഇവിടുത്തെ ഭരണാധികാരികൾ പരിഗണിക്കണം. അത് പരിഗണിക്കുന്ന ഒരു മനസ്സാകണം ഇന്ത്യയുടെ. ശരി, ശ്രീ